ഒരു സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഭയം ഉള്ളിൽ കയറിയിട്ട് താനീ കറ്റാക്കുണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് എത്ര നാൾ ഞാൻ ഇങ്ങനെ പോകുന്നത് എനിക്ക് അറിയത്തില്ല. അച്ഛനൊന്ന് വിളിക്കണം, പറ്റുമെങ്കിൽ എനിക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയില്ല എത്ര ദിവസം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്കിപ്പോൾ പറ്റണില്ല, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു ഭയം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തന്നെ മറികടക്കാൻ പറ്റാത്ത, നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതം വെച്ച് നീട്ടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ വചനം ഏറ്റുപറഞ്ഞ് ഈ വചനത്തിന്റെ ശക്തി നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ ഞാൻ വായിക്കാം. ഹൃദയം തകർന്ന ഞാൻ പറഞ്ഞേ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തകർന്നു, ഇനി തകരാനൊന്നുമില്ല, എല്ലാം അവസാനിച്ചു എന്ന് മുന്നോട്ട് പോകില്ല, ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയില്ല. ഈ അവസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ട് വചനമാണ് ഹൃദയം തകർന്ന അവസ്ഥയാണ്. ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ആമേൻ പറഞ്ഞേ, പറഞ്ഞേ എന്നാ പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് കയറാൻ പറ്റാത്ത, എനിക്ക് അപ്രാപ്യമായ, എനിക്ക് പ്രാപിക്കാൻ പറ്റാത്ത പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമെന്ന്. നീ എന്നെ സഹായിച്ചില്ല, ഞാനിപ്പോ കടന്നു പോകുന്നത് എനിക്ക് പറ്റണില്ല. എനിക്ക് പ്രാപിക്കാൻ അപ്രാപ്യമായി നിൽക്കുന്ന ജീവിതാനുഭവത്തിന്റെ അസ്വസ്ഥതയുടെ ഞെരുക്കത്തിന്റെ നടുവിലാണ്. ദൈവമേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഹൃദയം തകർന്ന അവസ്ഥയിലാണ് ഞാൻ, കണ്ണുനീരോടെയാണ് നിന്നെ വിളിക്കുന്നത്, വേദനയോടെ വിളിക്കുന്നത്. ഭൂമിയുടെ അതിർത്തികൾ വരെ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ദൈവമേ, എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നീ എന്നെ പിടിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന, ധൈര്യപ്പെടമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ സാമ്പത്തികം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം, എൻ്റെ വരുമാനം, എൻ്റെ സാമ്പത്തികം, എൻ്റെ പഠനം, എൻ്റെ ജോലി ഇവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ദൈവമേ, എനിക്ക് അപ്രാപ്യമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ, എൻ്റെ ജീവിതം പറഞ്ഞ ഈ പാറമേൽ നീ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങനെ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മൾ വചനം ഇങ്ങനെ പറഞ്ഞ് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ വചനത്തിന്റെ ഒരു ശക്തിയുണ്ട്, ആത്മാവും ജീവനുമായ ഇത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം തരും. അത് മാത്രമല്ല, ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ അഴിഞ്ഞുപോയ വഴികൾ, വല്ലാതെ തകർന്നു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് പറ്റാതെ നിൽക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി, അപ്രാപ്യമായ പാറയിൽ ദൈവം നമ്മെ കയറ്റി നിർത്തുന്ന അനുഭവം ഉണ്ടാകും. ഇന്നലെ കോട്ടയിലെ കൺവെൻഷൻ കഴിഞ്ഞ് വന്നപ്പോൾ കുറെ പേര് പ്രാർത്ഥിക്കാനുള്ള ഒരു സഹോദരി ഓടി വന്നു വെച്ചാൽ എൻ്റെ 2 ബ്രസ്റ്റിൽ ക്യാൻസറാണ്, 2 ബ്രസ്റ്റ് എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നു. കേട്ടപ്പോഴല്ലോ നമുക്ക് ഇച്ചിരി പ്രായമുണ്ട്, എന്നാലും കൺവെൻഷൻ പോയി പ്രാർത്ഥിക്കുക. ഇന്നലെ ചോദിച്ചപ്പോൾ 2 ബ്രസ്റ്റിൽ ക്യാൻസറാണ്, 2 ബ്രസ്റ്റിൽ ക്യാൻസർ. പക്ഷേ എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്നെ ജീവിക്കാൻ അനുവദിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. പുള്ളിക്കാർക്ക് നല്ല അവിശ്വാസം തന്നെ മതി, പകുതി ഹീലിംഗ് സംഭവിച്ചു. ഹല്ലേലൂയ. നമുക്ക് പകുതി രോഗം മതി, പിന്നെ മനസ്സിന്റെ തളർച്ച കൂടെ ആകുമ്പോൾ എല്ലാം തീരുമാനം. രോഗമാണോ ഇനി ഇത് വല്ലതാണോ ക്യാൻസർ വല്ലതാണോ എന്ന് ചിന്തിച്ച് മനസ്സ് തളർന്ന് ഇല്ലാത്ത രോഗമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. സഹോദരി പറയാം, പ്രാർത്ഥിച്ചാൽ മതി, ഈ രോഗത്തിൽ നിന്നും കർത്താവ് എന്നെ സുഖപ്പെടുത്തും, എന്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കുക വെച്ചു. നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, മാനുഷികമായി ചിന്തിച്ചാൽ, മെഡിക്കലി ചിന്തിച്ചാലൊക്കെ പക്ഷേ ക്യാൻസർ, 2 ബ്രസ്റ്റ് ക്യാൻസറും ചിലപ്പോൾ ഒന്നും സ്പ്രെഡ് ചെയ്തത് നമുക്കറിയില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് മനസ്സിനെ അലട്ടുന്ന ഭയവും ഭാരവും അസ്വസ്ഥതകളൊക്കെ വല്ലാതെ നമ്മൾ ഞെരുക്കാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതയുടെ നടുവിൽ ഈ സഹോദരി പറയാണ്, എന്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നു കേട്ടോ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ഓക്കെ ആയിക്കോളും, എല്ലാം ഓക്കെ ആയിക്കോളുന്നു. എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയാം, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാവോ, എന്നാ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു സംശയം. നമുക്കെല്ലാം ഓക്കെ ആണ്, എന്നാൽ നമ്മൾ വിളിക്കുന്ന ടെൻഷൻ എന്താ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ പ്രശ്നത്തിന്റെ നടുവിലും, ഹൃദയം തകർന്ന അവസ്ഥയിലും, ഭൂമിയുടെ അതിർത്തികളോളം എത്തി നിൽക്കുന്ന അവസ്ഥയിലും എന്റെ ദൈവം എന്നെ, എനിക്ക് കയറാൻ പറ്റാത്ത പാറയിൽ എന്റെ ദൈവം എന്നെ കയറ്റി നിർത്തും എന്നതാണ് വിശ്വാസം. ആമേൻ, ആമേൻ. ഇപ്പൊ നമ്മൾ ഒരു ശുശ്രൂഷയ്ക്ക് കൺവെൻഷനൊക്കെ വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ വഴി എടുത്തിട്ട് വേണം ഈ ശുശ്രൂഷയ്ക്ക് വരാൻ. പകുതി വിഷയത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള സമയത്ത് ദൈവത്തെ ആരാധിക്കുക, വചനം കേൾക്കുകയും ചെയ്താൽ കർത്താവ് തീർച്ചയായിട്ടും ഇടപെടും. പരിഹരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ മേഖലകളിലും അവിടെ ഹൃദയം തകർന്ന, സംഗീതകം പറയുന്ന പോലെ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ അവിടുന്ന് എന്നെ കയറ്റി നിർത്തണമേ.